എങ്ങനെ ഹൃദയാഘാതം കണ്ടെത്താം എന്ന് പറയാം. ഒരു രോഗിക്ക് നെഞ്ചിനുണ്ടാകുന്ന അസ്വസ്ഥതയോ നെഞ്ചുവേദനയോ ആണ് ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള രോഗികൾ ഒരു ECG ടെസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ECG ടെസ്റ്റിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നമുക്ക് മറ്റു ടെസ്റ്റുകളിലോട്ട് പോകാം. സാധാരണയായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ട്രോപ്പോണിൻ ടെസ്റ്റ് എന്നാണ്. ട്രോപ്പോണിൻ എന്നാൽ ഹൃദയത്തിൻ്റെ മസിലിലുള്ള ഒരു പ്രോട്ടീനാണ്. ഹൃദ്രോഗത്തിൻ്റെ ഭാഗമായിട്ട് ട്രോപ്പോണിൻ ലെവൽ കൂടാം. പിന്നീട് ചെയ്യുന്ന ടെസ്റ്റ് എക്കോ ടെസ്റ്റാണ്. എക്കോ സ്കാൻ എന്നാൽ ഹൃദയത്തിൻ്റെ മസിലിൻ്റെ പ്രവർത്തനവും വാൽവിൻ്റെ പ്രവർത്തനമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നീടുള്ള ടെസ്റ്റ് TMT ടെസ്റ്റാണ്. TMT എന്ന് വെച്ചാൽ ECG ശരീരത്തിൽ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ട്രെഡ്മില്ലിലൂടെ നടക്കുക. അപ്പോൾ കൂടുതലായിട്ട് എക്സസൈസ് നടക്കുമ്പോൾ ECGയിലുണ്ടാകുന്ന വ്യതിയാനവും പേഷ്യൻ്റുണ്ടാകുന്ന സിംറ്റം വെച്ച് നമുക്ക് ഈ പേഷ്യൻറ്റിന് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. ഹൃദയത്തിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഉചിതമായ ടെസ്റ്റ് കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയും. കൊറോണറി ആൻജിയോഗ്രാം സാധാരണയായിട്ട് കയ്യിലോ കാലിലോ ഒരു പ്രധാന രക്തക്കുഴലിലൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്.